നമസ്കാരം. റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിൻ്റെ ചാനലിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന വിഷയമാണ്. കഴിഞ്ഞ 2024 ജനുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇത് അക്കൗണ്ട് ടെസ്റ്റിന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചാനലല്ല. നിങ്ങൾക്ക് കരിയറിലുണ്ടാകുന്ന ഡേ ടു ഡേ സംശയങ്ങൾക്കൊക്കെ നിവാരണം കണ്ടെത്താൻ കഴിയുന്നൊരു ചാനൽ കൂടിയാണ് ഇത്. കാരണം ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ആൻസറൊക്കെ പറയുമ്പോൾ അതോറിറ്റി കോട്ട് ചെയ്തിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, റിട്ടയർഡ് ഫ്രം AG's ഓഫീസ് ആഫ്റ്റർ മോർ ദാൻ 36 years ഓഫ് സർവീസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത പരീക്ഷയ്ക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് നേർന്നുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഓഫ് ia&ad ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, who prepares the combined finance and revenue accounts of the state governments? അതായത് കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ, രാജ്യത്തെ മുഴുവൻ അക്കൗണ്ട്സുമാണ്. അതായത് യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, PNG, റെയിൽവേസ്, ഡിഫൻസ്, ഈ എല്ലാ സ്ഥാപനങ്ങളുടെയും അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിട്ടുള്ള കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ആരാണ് ഈ കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്? കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. മുഴുവനും അദ്ദേഹമാണ് ഇത് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. അത് ആരാണെന്നാണ് അതിൻ്റെ ആൻസർ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. അത് എൻ്റെ അതോറിറ്റി പാര 3226 ആണ് അതോറിറ്റി. ദെൻ ക്വസ്റ്റ്യൻ 2, ഓഡിറ്റ് ഫങ്ഷൻസ് ഓഫ് വിച്ച് ഏജൻറ്റ് അഗൻസ്റ്റ് എക്സ്ട്രാവഗൻസ, കെയർലെസ്നെസ് ആൻഡ് ഫ്രോഡ് ഓർ കറപ്ഷൻ? ഈ ഓഡിറ്റ് ഫങ്ഷനിൽ കൊണ്ടുദ്ദേശിക്കുന്ന എന്താണ്? എന്തിനെതിരെയാണ്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നതാണ്? എക്സ്ട്രാവഗൻസ, ധാരാളിത്തം. ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിക്കുന്നത് വളരെ മിതമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിലായിരിക്കണം. കാരണം അത് പബ്ലിക്കിൻ്റെ ടാക്സ് മണിയാണ് എന്നുള്ള ബോധത്തോടു കൂടി മാത്രമേ നമ്മൾ ചിലവഴിക്കാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾ സ്വന്തം ചിലവ് എങ്ങനെ നിർവഹിക്കുമോ അതേ ശുഷ്കാന്തിയോടുകൂടി വേണം പബ്ലിക് ഫണ്ടും വിനിയോഗിക്കാൻ നടത്താം. അപ്പോൾ എക്സ്ട്രാവഗൻസ പാടില്ല, കെയർലെസ്നെസ്, അശ്രദ്ധ പാടില്ല, അതുപോലെ തന്നെ ഫ്രോഡ്, കറപ്ഷൻ, അഴിമതി അല്ലെങ്കിൽ മറ്റ് തരത്തിൽ ഗവൺമെൻറ് ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നതൊക്കെ തടയുന്നതിന് വേണ്ടിയാണ് ഓഡിറ്റ് ഫങ്ഷൻ നിലനിൽക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതാണ് എൻവിസേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ ഓഡിറ്റ് ഫങ്ഷൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ കൺട്രോളാണ്. സമൂലമായിട്ടുള്ള സാമ്പത്തിക നിയന്ത്രണം, അച്ചടക്കം ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ ആൻസർ ഫൈനാൻഷ്യൽ കൺട്രോളാണ്. ഞാനിതിൽ ഓപ്ഷൻസ് എല്ലാം കൊടുക്കുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് കുറച്ച് ബാഫ്ലിംഗ് ആയി പോവും എന്നുള്ളത് കൊണ്ടാണ്. കറക്റ്റായിട്ടുള്ള ആൻസർ മാത്രമേ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും കൊടുത്തിട്ടുള്ളൂ. ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് പാര 19 ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, അക്കൗണ്ട്സ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻറ്റിറ്റീസ് ആർ നോട്ട് കമ്പൈൽഡ് ബൈ ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? ഇപ്പം ഞാൻ പറഞ്ഞു, കംട്രോളറിൻ്റെ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും ഓട്ടോണമസ് ബോഡിയുടെ എല്ലാ അക്കൗണ്ട്സും അദ്ദേഹമാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിലും ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്ഥാപനത്തിൻ്റെയാണ് അക്കൗണ്ട്സ് c&ag പ്രിപ്പയർ ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡാമൻ ആൻഡ് ഡ്യൂ. ആ യൂണിയൻ ടെറിട്ടറിയുടെ അക്കൗണ്ട്സ് c&ag അല്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. തയ്യാറാക്കുന്ന അത് പാര 26 പ്രതിപാദിച്ചിരിക്കുന്നത്. Next question is question number 4. Within the scope of audit,
audit control. Which accountability is concerned with efficiency and economy in the use of public accounts? അതായത് പബ്ലിക് അക്കൗണ്ട്സ് ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് കാര്യമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നാണ്. അതായത് അതിന് എഫിഷ്യൻസി വേണം, അതിന് ഇക്കോണമി വേണം. ഇക്കോണമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ഏറ്റവും നല്ല സർവീസസ് ലഭ്യമാക്കുക, അത് തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ. ഇപ്പോൾ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ ക്വാളിറ്റി യു ഷുഡ് പർച്ചേസ് ഇറ്റ്. അതിനെ നമ്മൾ ടെൻഡറൊക്കെ വിളിക്കുന്നത്. അതുപോലെ ഒരു വർക്ക്, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം റിക്വയർമെൻറ്റിൽ അല്ലെങ്കിൽ ഫണ്ട് വിനിയോഗത്തിലൂടെ ഏറ്റവും നല്ല രീതിയിൽ ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പാക്കി കിട്ടുക. ഇതൊക്കെയാണ് ഓഡിറ്റ് പരിശോധിക്കുന്ന സുപ്രധാനമായ ഘടകങ്ങൾ. മറ്റ് കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതാണ് പ്രത്യേകമായിട്ട് പരിശോധിക്കുന്നത്. സോ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് കൺട്രോൾ, അപ്പോൾ ഓഡിറ്റ് കൺട്രോൾ വിച്ച് അക്കൗണ്ടബിലിറ്റി, ഏത് ഉത്തരവാദിത്വമാണ് എഫിഷ്യൻസി ആൻഡ് ഇക്കോണമി. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മെഷീൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് അതിൻ്റെ എഫിഷ്യൻസി. ഇപ്പോൾ ഒരു എക്സ്റേ യൂണിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു ദിവസം അതിൽ എത്ര എക്സ്റേ ഫിലിംസ് എടുക്കാൻ പറ്റും, അത് ആ രീതിയിൽ തന്നെ അത് ഫങ്ഷൻ ചെയ്യുന്നോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് ഇക്കോണമി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആ ഏറ്റവും നല്ല സാധനം വാങ്ങിയെന്നാണ്. അപ്പോൾ ഇതാണ് ഓഡിറ്റ്. അപ്പോൾ പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുന്നതിൽ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നോ എന്ന് നോക്കുന്ന താണ് ഇത്. അത് ആരിലാണ് അത് നിക്ഷിപ്തമായിരിക്കുന്നത്? ദാറ്റ് ഈസ് ദി മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റിയാണ്. അത് മാനേജ് ചെയ്യുന്നവരുടെ ആ സ്ഥാനത്തിൻ്റെ കഴിവിനെയാണ്, ഉത്തരവാദിത്വത്തെയാണ് അത് പ്രതിഫലിപ്പിക്കേണ്ടത്. സോ ദി ആൻസർ ഈസ് മാനേജീരിയൽ accountability, para 3-4. Then question number 5, who is the appointing authority of the Comptroller and Auditor General of India? Comptroller and Auditor General of India is a constitutional authority. നിങ്ങൾക്കറിയാം 148, 149, 150 ആർട്ടിക്കിൾസ് അദ്ദേഹത്തിൻ്റെ പവേഴ്സ്, ഡ്യൂട്ടീസൊക്കെയാണ് പ്രതികരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റി ആരാണെന്നാണ്. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി നൺ അതർ ദാൻ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. So the President of India appoints Comptroller and Auditor General of India, that is said in para 2.2. Then question 6, what is the method of maintaining government's daily cash balance with RBI at a level sufficient to meet the day-to-day requirements? ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെ പബ്ലിക് ഫണ്ട് മുഴുവൻ നിക്ഷിപ്തമായിരിക്കുന്ന RBIയിലാണ്. അവരാണ് അതിൻ്റെ പവേഴ്സ് എക്സർസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും 5 മണിയാവുമ്പോൾ എത്രയാണ് ഇന്ന് ഗവൺമെൻറ് തലത്തിൽ വിനിയോഗിച്ച ഫണ്ട്, എങ്ങനെയാണത് യൂട്ടിലൈസ് ചെയ്ത്, ബാലൻസ് എത്രയുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെയും അക്കൗണ്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി RBI വാച്ച് ചെയ്യുന്നുണ്ട്. ആ സംവിധാനത്തിനെയാണ് നമ്മൾ വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയാറുള്ളത്. സോ വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ഗവൺമെൻറ്റ്സ് ഡെയിലി ക്യാഷ് ബാലൻസ് വിത്ത് RBI? ഓരോ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ഒരു അക്കൗണ്ട് RBIയിലുണ്ട്. അത് നോക്കിയാൽ അറിയാൻ പറ്റും കേരള ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ 5 മണിയാവുമ്പോൾ എത്രയാണ് ക്യാഷ് ബാലൻസ്. അതിനനുസരിച്ച് കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ഇപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഓരോ ദിവസത്തെയും ക്യാഷ് ബാലൻസിനെ കുറിച്ചുള്ള കണക്കാണ് വെയ്സ് ആൻഡ് മീൻസ് ബാലൻസ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയുന്നത്. പാരാ 325. Then question 7, what has been set up under the scheme of departmentalization of accounts of union government from April 1976 for accounting their transactions? അതായത് 1976 ഒരു വലിയ ഒരു അക്കൗണ്ടിങ് റിഫോർമേഷൻ നമ്മുടെ രാജ്യത്ത് വന്നത്. അതനുസരിച്ച് ഒരു പുതിയ സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ ഓഫ് അക്കൗണ്ട്സൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആക്കി തീർക്കുക എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റെപ്പ് എടുത്തു. അതിലൂടെ സ്ഥാപിതമായ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ, PAO എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, P&AO. അദ്ദേഹമാണ് ട്രഷറിയുടെ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ PA ആണ് ഈ 1976 ഏപ്രിലൂടെ വന്ന പരിഷ്കാരത്തിൽ സ്ഥാപിതമായിട്ടുള്ള പുതിയ സ്ഥാപനം. So next is question number 8. Which among the following authorities receive monthly and initial accounts of the receipts and payments in respect of state government? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മന്ത്ലി അക്കൗണ്ട്സും ഇനിഷ്യൽ അക്കൗണ്ട്സും ആരാണ് റിസീവ് ചെയ്ത് അത്
കമ്പൈൽ ചെയ്ത് ആനുവൽ അക്കൗണ്ട്സ് ആക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ. റിസർവ് ബാങ്ക് ഗവർണർ, ഡയറക്ടർ ഓഫ് ട്രഷറീസ്, അക്കൗണ്ടൻറ്റ് ജനറൽ, ചീഫ് സെക്രട്ടറി ടു ദി ഗവൺമെൻറ്. അതിൻ്റെ ആൻസർ അക്കൗണ്ടൻറ്റ് ജനറലാണ്. കാരണം എല്ലാ അക്കൗണ്ട്സും ട്രഷറി അയച്ചു കൊടുക്കുന്നത് അക്കൗണ്ടൻറ്റ് ജനറലിനാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. പാരാ 333. Then question number 9. The audit of Comptroller and Auditor General of India is comprehensive and it includes a regularity audit, propriety audit, efficiency cum performance audit, all of the above. ഇതിൽ ഏത് വകുപ്പിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്റ് ഓഫ് C&ag. C&agയുടെ ഓഡിറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്? അത് റെഗുലാരിറ്റി ഓഡിറ്റാണോ, പ്രൊപ്പറേറ്റി ഓഡിറ്റാണോ, എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റാണോ, അതേ ഇതെല്ലാം കൂടി ചേർന്നാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ ഇതെല്ലാം കൂടി ചേർന്നാണ്. റെഗുലാരിറ്റി ഓഡിറ്റ്, പ്രൊപ്പറേറ്റി ഓഡിറ്റ് ആൻഡ് എഫിഷ്യൻസി ഓഡിറ്റ് ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് നമ്മൾ കോംപ്രിഹെൻസീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പാരാ 16A, 16B and 17. Then question 10. Who among the following authorities prescribe the form of accounts of the union and state governments? ആരാണ് ഈ ഫോം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? എല്ലാ ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും നിശ്ചിത ഫോമിലായിരിക്കണം. ആ ഫോം നിശ്ചയിക്കുന്നത് ഇറ്റ് ഈസ് നൺ അതർ ദാൻ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ്. ദാറ്റ് ഈസ് പാരാ 211. നമ്മളടുത്ത 11ാമത്തെ ക്വസ്റ്റിലേക്ക് നീങ്ങുകയാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് പബ്ലിക് ഫണ്ട്സ് ഈസ് കെപ്റ്റ് ആസ് ആൻ ഇംപ്രസ്ഡ്? ഒരു ഇംപ്രസ്ഡ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓഫീസുകളിൽ ചില ഓഫീസേഴ്സിന് ഇംപ്രസ്ഡ് അക്കൗണ്ട് ഉണ്ട്. അതായത് ഓഫീസിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ നിർവഹിക്കുന്നതിന് ഒരു നിശ്ചിത തുക ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിങ് ഓഫീസറുടെ അതോറിറ്റിയിലുണ്ടാവും. അത് തന്നെയാണ് ഇംപ്രസ്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഫണ്ടാണ് ഏത്? ദി കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ഓഫ് യൂണിയൻ ഗവൺമെൻറ്. കണ്ടിൻജൻസി ഫണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ വിച്ച് എമംഗ് ദ ഫോളോയിങ് പബ്ലിക് ഫണ്ട്സ് ഈസ് കെപ്റ്റ് ആസ് ആൻ ഇംപ്രസ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദുരന്തം വരികയോ അല്ലെങ്കിൽ ഒരു ഫ്ലഡോ ഡ്രോട്ടോ ഒക്കെ വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗവർണറുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട്. സോ ദ ആൻസർ ഈസ് കണ്ടിൻജൻസി ഫണ്ട്. ഇംപ്രസ്ഡിന് തുല്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഫണ്ടാണത്. പാരാ 314. ദെൻ ക്വസ്റ്റ്യൻ 12. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് ഇൻ ഇറ്റ്സ് സ്കോപ്പ് ആൻഡ് സ്പിരിറ്റ് അലോങ് വിത്ത് അതർ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്? അതായത് ഈ ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്താണെന്നാണ്. അതിൻ്റെ ആൻസർ ടു സെക്യൂർ റിയൽ വാല്യൂ ഓഫ് ദ ടാക്സ് പേയേഴ്സ് മണി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലുള്ളത് ഇത് ടാക്സ് പേയേഴ്സ്, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി പേഴ്സൺസ് ഫൈനാൻഷ്യൽ പൊസിഷൻ, ആരായാലും സാധുക്കളുടെ പോലും ടാക്സ് മണി കൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ നിത്യനിദാന ചെലവുകളൊക്കെ നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഓരോ പൈസയും മൂല്യമുള്ളതാണ്. അതേ മൂല്യച്യുതി വരാതെ ആണ് വിനിയോഗിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റ്. സോ ഇറ്റ് ഈസ് സെറ്റ് ഇൻ പാരാ 15.5. Then question 13. What type of control is exercised by auditing accounts and other records of transactions? ഏത് തരം കൺട്രോൾ നമ്മൾ കണ്ടിട്ടുണ്ട്? ലെജിസ്ലേറ്റീവ് കൺട്രോൾ ഉണ്ട്, ഓഡിറ്റ് കൺട്രോൾ ഉണ്ട്, ഫൈനാൻഷ്യൽ കൺട്രോൾ ഉണ്ട്. അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന വാട്ട് ടൈപ്പ് ഓഫ് കൺട്രോൾ ഇസ് ബൈ ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇത് നിർവഹിക്കുന്നത് വഴി എന്ത് കൺട്രോളാണ് എക്സർസൈസ് ചെയ്യുന്നതെന്നാണ്. അതുവഴി ആൻസർ ഫൈനാൻഷ്യൽ കൺട്രോളാണ്. ഇറ്റ് ഈസ് സെറ്റ് ഇൻ പാരാ 335. ക്വസ്റ്റ്യൻ 14. ദ ഫൈനാൻഷ്യൽ റൂൾസ് ആൻഡ് ഓർഡേഴ്സ് അഗൻസ്റ്റ് വിച്ച് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ഫാൾ അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് കാറ്റഗറീസ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റെഗുലാരിറ്റി ഓഡിറ്റ്, പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ റെഗുലാരിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം ഓഡിറ്റിംഗ് ദ റൂൾസ് ആൻഡ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ചിലവഴിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസേഴ്സ് ചിലവഴിക്കുന്ന തുക റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ ഉത്തരവുകളും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ചാണോ എന്ന് നോക്കുന്ന രീതിയാണ് നമ്മൾ റെഗുലാരിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പൈസ വിനിയോഗിച്ചത്, അത് ശരിക്കും ആവശ്യമായിരുന്നോ എന്ന് നോക്കുന്നതാണ്. ഉപയോഗിച്ച രീതിയൊക്കെ ശരിയായിരിക്കാം, പക്ഷേ വാസ് ഇറ്റ് ആക്ച്വലി റിക്വയർഡ് എന്ന് പരിശോധിക്കുന്ന വേറൊരു ആംഗിളിൽ
ഓഡിറ്റിനാണ് നമ്മൾ പ്രൊപ്പറേറ്റീവ്. ഹിയർ ഇറ്റ് ഈസ് റെഗുലാരിറ്റി ഓഡിറ്റ് ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ പാര 16(1). Question number 15. The intention of a rule made by government can be ascertained by the auditor by reference to. അതൊരു ചട്ടം നിർമ്മിക്കുമ്പോൾ അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള ആശയം, എന്തുദ്ദേശത്തിലാണ് ഈ ചട്ടം രൂപീകരിച്ചിരിക്കുന്നതെന്ന് എങ്ങനെയാണ് ഒരു ഓഡിറ്റിൽ വ്യക്തമാക്കുന്നതെന്നാണ്. അതിൻ്റെ ആൻസർ ഡിസ്കഷൻസ് ലീഡിങ് ടു ദ ഫ്രെയിമിംഗ് ഓഫ് റൂൾസ് ആൻഡ് ഓർഡേഴ്സ്. അതായത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിയമം അല്ലെങ്കിൽ ഒരു ചട്ടം അല്ലെങ്കിൽ ഉത്തരവുകൾ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നത്, അത് ഡിസ്കഷനിലൂടെയാണ്, ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസേഴ്സുമായിട്ട് നടത്തുന്ന ഡിസ്കഷനിലൂടെയാണ് അതിൻ്റെ സാധൂകരണം കണ്ടെത്തുന്നത്. അത് സോ ആൻസർ ഈസ് ഡിസ്കഷൻസ് ലീഡിങ് ടു ദ ഫ്രെയിമിംഗ് ഓഫ് റൂൾസ് ആൻഡ് ഓർഡേഴ്സ്. പാര 16(15). Then question 16. What kind of audit is proposed to bring to light the waste of public money or stores even though the accounts are in order? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഞാൻ. റെഗുലാരിറ്റി ഓഡിറ്റ് റൂൾസും ഓർഡേഴ്സും വെച്ചിട്ടാണോ പണം ചെലവഴിക്കുന്നതെന്ന് നോക്കുകയാണ്. ഇനി പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണ്? പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടാണോ ആ പണം വിനിയോഗിച്ചിരിക്കുന്നത്, വാസ് ഇറ്റ് ആക്ച്വലി നെസസറി. ഇപ്പോൾ ഉദാഹരണത്തിന് 10-20 കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ 25 ലാപ്ടോപ്പ് വാങ്ങിച്ചു, പക്ഷേ വാങ്ങിയത് ടെൻഡർ ചെയ്തും ഏറ്റവും കുറഞ്ഞ വിലയ്ക്കുമൊക്കെയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ പ്രൊപ്പറേറ്റീവ് ആംഗിളിൽ നോക്കുമ്പോൾ വൈ ഈസ് 25 ലാപ്ടോപ്പ് റിക്വയർഡ് ഫോർ 20 സ്റ്റുഡൻസ്, അതിനെ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ അങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ്, അതിൻ്റെ സാങ്കത്യം കൂടി പരിശോധിക്കുന്നതിനെയാണ് പ്രൊപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ പാര 16-17. ഇത് അടുത്തത് ക്വസ്റ്റ്യൻ 17 ആണ്. വിച്ച് among the following is considered as a general principle of auditing and recognized as standards of financial propriety? അതായത് ഓഡിറ്റ് ചെയ്യുമ്പോൾ നോക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറയുന്നത് എത്രത്തോളം ഫൈനാൻഷ്യൽ പ്രൊപ്പറേറ്റിയോടുകൂടി, സാമ്പത്തിക അച്ചടക്കത്തോടു കൂടിയാണ് പണം വിനിയോഗിച്ചതെന്ന് പരിശോധിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ആൻസർ ദ എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി പ്രൈമ ഫേസി മോർ ദാൻ ദി ഒക്കേഷൻ ഡിമാൻഡ്സ്. ആ സന്ദർഭത്തിന് അനുസരിച്ചിട്ടുള്ള ചെലവുകളാണോ നടത്തിയത്, അതേ ധാരാളിത്തത്തോടുകൂടി ലക്കും ലഗാനും ഇല്ലാതെ പണം വിനിയോഗിച്ചോ എന്ന് നോക്കുന്നതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഫൈനാൻഷ്യൽ പ്രൊപ്പറൈറ്റി എന്ന് പറയുന്നത്. മറ്റേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രിസൈസ് റൂൾസ് റെഗുലേറ്റിംഗ് കോഴ്സ് ഓഫ് ഓഡിറ്റിംഗ്, പബ്ലിക് മണി മേ ബി യൂട്ടിലൈസ്ഡ് ആസ് എ സെക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി, നൺ ഓഫ് ദി അബവ്. അതിലെ ആൻസർ എ ആണ്. ദാറ്റ് ഈസ് പാര 16-18. Now question 18. In the wake of increasing government activities in modern times, auditing of government transactions is to be considered on the basis of. അതായത് വർദ്ധിച്ചു വരുന്ന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നിർവഹണങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ മോഡേൺ ടൈംസ് ഓഡിറ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ടു ബി കണ്ടക്റ്റഡ് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഓഡിറ്റ് പ്രധാനമായും ഊന്നേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് ആൻഡ് ആൻസർ ഇക്കോണമി, എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. ഇതിനാണ് 3 E's എന്ന് പറയുന്നത്. നേരത്തെ തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാണ്. ഇക്കോണമി എന്ന് പറഞ്ഞാൽ വളരെ ലാഭകരമായി പദ്ധതി നിർവഹിക്കുക. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എത്ര കാലം ആ എഫിഷ്യൻസി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഏത് പദ്ധതി നിർവഹണത്തിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എൻക്വയറി ചെയ്യുന്നിടത്തും നമുക്ക് നേടാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. അതുകൊണ്ട് ആൻഡ് ആൻസർ ഇക്കോണമി, എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. അതിന് നമ്മൾ 3 E's എന്നും പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ പാര 17-1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. അഡോപ്ഷൻ ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ വിച്ച് അഷ്വേഴ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് പ്ലാൻസ് objectives on goals in the lowest reasonable cost means which of the financial auditing. അതായത് ഏത് രീതിയിലാണ് നമ്മൾ ഈ കാര്യം ഓഡിറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് അഡോപ്ഷൻ ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ വിച്ച് അഷ്വേഴ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് പ്ലാൻസ്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ പദ്ധതി ലക്ഷ്യം പ്രാപ്തിയിലെത്തുക. അതുപോലെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗോൾസ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്നത്, ഇതെല്ലാം ലോവസ്റ്റ് റീസണബിൾ കോസ്റ്റിൽ, അത് യുക്തിസഹമായ ചെലവുകളിലൂടെ നിർവഹിക്കപ്പെടുന്നു എന്ന് പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ആ പദ്ധതിയുടെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്.
So that is effectiveness in audit. That is a para 17.2. Then question 20. In the final stage of the review, from the data collected from the departmental officers, the review report is prepared to highlight which of the following findings. അതായത് നമ്മളൊരു ഫൈനൽ സ്റ്റേജ് റിവ്യൂവിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ ദ ഡേറ്റ കളക്റ്റഡ് ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസേഴ്സിൽ നിന്ന് പലതരത്തിലുള്ള ഡേറ്റ ഓഡിറ്റ് കളക്ട് ചെയ്യാറുണ്ട്. അതിൽ റിവ്യൂ റിപ്പോർട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ഘടകങ്ങളാണെന്നാണ്. അതിൻ്റെ ആൻസർ മേജർ ഇറഗുലാരിറ്റീസ്, നോൺ റിയലൈസേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അതിൽ മേജർ ഇറഗുലാരിറ്റീസിനെയാണ് നമ്മളൊരു റിവ്യൂവിൽ ഉൾപ്പെടുത്തുന്നത്. മൈനറായിട്ടുള്ള കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്തി സെറ്റിൽ ചെയ്യും. അതാണ് അതിൻ്റെ ആൻസർ. മേജർ ഇറഗുലാരിറ്റീസ്, നോൺ റിയലൈസേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, അത് അച്ചീവ് ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളാണ് റിവ്യൂവിൽ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ റിവ്യൂ റിപ്പോർട്ടിൽ പ്രതിപാദിക്കപ്പെടുന്നതെന്ന് അർത്ഥം. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ ഓപ്ഷൻ ബി, പാര 17.11. Question 21. Which among the following function is carried out in central audit? ഇപ്പോൾ രണ്ട് തരത്തിൽ ഓഡിറ്റ് ഉണ്ടെന്ന് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോക്കൽ ഓഡിറ്റും സെൻട്രൽ ഓഡിറ്റും ഉണ്ട്. അതായത് അക്കൗണ്ട്സ് മുഴുവൻ നിങ്ങൾ AGക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരുന്നിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ലോക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റ് പാർട്ടി നിങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓഫീസിൽ വന്ന് അവിടുത്തെ ഇനിഷ്യൽ റെക്കോർഡ്സ് സഹിതം പരിശോധിക്കുന്നതാണ് ലോക്കൽ ഓഡിറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ സെൻട്രൽ ഓഡിറ്റിൽ ഏത് ഫംഗ്ഷനാണ് പ്രധാനമായി നിർവഹിക്കപ്പെടുക എന്നാണ്. അതിൻ്റെ ആൻസർ സ്ക്രൂട്ടണി ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ഫൈനാൻസ് അക്കൗണ്ട്സ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്. അതിൽ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് ഫൈനാൻസ് അക്കൗണ്ട്സും അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സാണ്. ഫൈനാൻസ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ റെസീറ്റും എക്സ്പെൻഡിച്ചറുമാണ്. അതുപോലെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ എത്രയാണോ ഫണ്ട് അപ്രോപ്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ചായിട്ടാണോ ചിലവഴിച്ചിരിക്കുന്നത്, ബഡ്ജറ്ററി പ്രൊവിഷൻസൊക്കെ എക്സീഡ് ചെയ്തിട്ടുണ്ടോ, ഈ വിധ കാര്യങ്ങളാണ് സെൻട്രൽ ഓഡിറ്റിൽ പ്രധാനമായിട്ടും പരിശോധിക്കുക. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ എ, പാര 18.2. ദെൻ ക്വസ്റ്റ്യൻ 22. The report of the Comptroller and Auditor General of India must relate to which of the following details? അതായത് C&agയുടെ റിപ്പോർട്ട് ഏത് കാര്യത്തിലായിരിക്കും പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റെസീറ്റ്സ് ഓഫ് ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, അവരുടെ ടോട്ടൽ റെസീറ്റ് എത്രയാണ്, ഈ കാര്യങ്ങളാണ് അതിൽ പ്രതിഫലിക്കുന്നതെന്ന് അർത്ഥം. സോ പാര 13.1. Then question 23. The most important function of audit necessary in relation to assessments, collections and refunds is to satisfy. അതായത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇൻ റിലേഷൻ ടു അസസ്മെൻറ്റ്സ്, കളക്ഷൻസ് ആൻഡ് റീഫണ്ട്സ്. അതായത് എത്രയാണ് റവന്യൂ ഗവൺമെൻറ്റിന് കിട്ടാനുള്ളതെന്ന് അസസ് ചെയ്യുക, അതിലെത്ര കളക്ട് ചെയ്തു എന്ന് നോക്കുക, അതിലെത്ര റീഫണ്ട് ചെയ്യേണ്ടി വന്നു എന്ന് നോക്കുക. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും DCB രജിസ്റ്ററൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. അത് ഒരു പ്രധാന രജിസ്റ്ററാണത്. അപ്പോൾ അവിടെ നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് റെഗുലർ അക്കൗണ്ടിങ് ഓഫ് ഡിമാൻഡ്, കളക്ഷൻ ആൻഡ് റീഫണ്ട്സ്. കൃത്യമായിട്ട് ഈ റവന്യൂ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ, ക്ലെയിം റേസ് ചെയ്യുന്നുണ്ടോ, അത് കളക്ട് ചെയ്യുന്നുണ്ടോ, അധികം കളക്ട് ചെയ്താൽ അത് അപ്പോൾ തന്നെ റീഫണ്ട് ചെയ്യുന്നുണ്ടോ, ഈ കാര്യം പരിശോധിക്കണം. ബി, കറക്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കളക്ഷൻ ആൻഡ് ദെയർ ക്രെഡിറ്റ് ടു കൺസോളിഡേറ്റഡ് ഫണ്ട്. കൃത്യമായിട്ടാണോ ഈ അസസ്മെൻറ്റ് നടത്തിയത്, അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസിയൊക്കെ പരിശോധിക്കേണ്ടതാണ്. ആൻഡ് ഉടൻ തന്നെ അത് ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക്, സഞ്ചിത നിധിയിലേക്ക് അത് അടച്ചിട്ടുണ്ടോ. ദെൻ സി, പ്രോപ്പർ റേസിംഗ് ഓഫ് ഡിമാൻഡ്സ് ഓൺ ടാക്സ് പെയർ ഇൻ ദ മാനർ റിക്വയർഡ്. കൃത്യമായിട്ട് ആ ടാക്സ് പേയ്മെൻറ്റ് റേസ് ചെയ്തിട്ടുണ്ടോ, ഡിമാൻഡ് റേസ് ചെയ്തിട്ടുണ്ടോ, നിയമം അനുസരിച്ചാണോ അത് ചെയ്തിരിക്കുന്നത്. ഡി ഓപ്ഷൻ, ആൾ ഓഫ് ദി എബോവ്. ഈ എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പോൾ എൻ്റെ ആൻസർ ആൾ ഓഫ് ദി എബോവ്. സോ ആൻസർ ഓപ്ഷൻ ഡി, പാര 19.16. Question number 24. All heads
whose balances are not carried forward from year to year are closed to. അതായത് രണ്ട് തരത്തിൽ ഗവൺമെൻറ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലോസ്ഡ് ടു ബാലൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം നിങ്ങൾ. ഒന്ന് ക്ലോസ്ഡ് ടു ഗവൺമെൻറ്റാണ്. അതായത് ഓരോ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത ബാലൻസ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ബാലൻസ്. അടുത്ത വർഷം ക്ലോസ്ഡ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോൺ എടുത്താൽ 31 മാർച്ച് ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് ക്യാരി ഓവർ ചെയ്യും അടുത്ത വർഷത്തേക്ക്. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് all heads whose balances are not carried forward from year to year and close to. അടുത്ത വർഷത്തെ ക്യാരി ചെയ്യാത്ത അക്കൗണ്ടിന് എന്ത് പറയും? ഇറ്റ് ഈസ് ക്ലോസ് ടു ഗവൺമെൻറ്. അതാണ് ആൻസർ, പാരാ 13-16. Then question number 25. Which of the accounts reveal the receipt and expenditure of the government with the financial disclosures and results? അതായത് ഏത് അക്കൗണ്ടിലൂടെയാണ് നമുക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ റെസീറ്റും എക്സ്പെൻഡിച്ചറും വിത്ത് ഫൈനാൻഷ്യൽ ഡിസ്ക്ലോസേഴ്സ് ആൻഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്, ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. C&ag ഇത് അനലൈസ് ചെയ്യും. അപ്പോൾ ആ അക്കൗണ്ട്സിനെ എന്താണ് വിളിക്കുന്നത്? അതിൻ്റെ ആൻസർ ഫൈനാൻസ് അക്കൗണ്ട്സ്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ പാരാ 32-23. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. അതിനപ്പുറം ഡേ ടു ഡേ നിങ്ങളുടെ ട്രാൻസാക്ഷനിലും ഓഫീസിലെ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാനും ഇത് ഉപകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി I take leave of you. Thank you for the patient hearing and best of luck. Thank you.